അമ്മേ ശരണം, ദേവി ശരണം. ഞാനിപ്പോൾ നിൽക്കുന്നത് അരക്കുപറമ്പ് ശ്രീ കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ. പല ഒരു മനസ്സായി ദേവിയെ വിളിച്ചാൽ ഭക്തജനങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആത്മാർത്ഥമായി നിറവേറ്റി കൊടുക്കുന്ന, സകല വിഷമങ്ങളും അകറ്റി ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുന്ന ശ്രീ കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഈ വരുന്ന നവംബർ 28-ാം തീയതി ക്ഷേത്രത്തിൽ ഉത്സവം നടത്തുകയാണ്. അതിന് മുന്നോടിയായിട്ട് എല്ലാ വർഷവും വൃശ്ചികം 1 മുതൽ ഈ ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് നടത്തപ്പെടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ചുറ്റുവിളക്ക് നടത്താറുണ്ട്. അപ്പോൾ ഈ വർഷവും ദേവിയുടെ സാന്നിധ്യത്തിൽ ദേവിക്ക് ചുറ്റുവിളക്ക് കഴിക്കാൻ സാധിച്ചു. എൻ്റെ മകൻ ഉണ്ടായിട്ടുള്ള അതിൽ കഴിഞ്ഞ കൊല്ലം ഞാൻ ചെയ്തു, ഈ പ്രാവശ്യം ചുറ്റുവിളക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അച്ഛനും അമ്മയും എല്ലാവരും വിളക്ക് ദേവിക്ക് മുന്നിൽ ചുറ്റുവിളക്ക് കത്തിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ മേളം കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുട്ടികളും ചുറ്റുവട്ടത്തുള്ള എല്ലാ തട്ടക ദേശവാസികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് തേങ്ങ എറിയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ കുട്ടികൾ. പിന്നെ ഞങ്ങൾ പുറത്തിരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അച്ഛനിവിടെ അമ്പലത്തിൽ പ്രസിഡൻ്റായിട്ട് നിന്നായിരുന്നു, ഖജാൻജിയായിട്ട് ഇവിടെ അരക്കുപറമ്പ് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ അച്ഛൻ നിന്നായിരുന്നു. പിന്നെ തായമ്പാകമൊക്കെ മേളമൊക്കെ കണ്ട് നമ്മുടെ തിരുമേനി അതിൻ്റെ പ്രസാദം കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള തിരക്കിലാണ് കേട്ടോ. ദാസൻ തിരുമേനിയാണ് അദ്ദേഹം. അമ്പലത്തിൻ്റെ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇത് പ്രത്യേകം എടുത്ത് പറയാനുള്ളതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരത്ത് ഇവിടെ ഗാനമേള പരിപാടി ഉണ്ടായിരുന്നു, ശ്രീരാഗം. അപ്പോൾ അവരുടെ കൂടെ ഒരു പാട്ട് പാടാൻ, പ്രോഗ്രാം അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ കുട്ടികളൊക്കെ സ്റ്റേജിലേക്ക് വന്നു ഡാൻസ് കളിക്കാൻ. അപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂരമ്മയുടെ പാട്ടാണ് പാടിയത്. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഇന്നെൻ്റെ കാവിൽ, അത്. അപ്പോൾ പിന്നെ കരിങ്കാളിയല്ലേ എന്നുള്ള പാട്ടും പാടി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.